ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. എഞ്ചിനീയേഴ്സ് ഡെസ്ക് എന്ന ഈ ചാനലിൽ നമ്മൾ പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻ സൈറ്റിൽ കോൺട്രാക്ടിങ് സൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ് ഫയൽസ്, എഞ്ചിനീയേഴ്സ് എന്തൊക്കെ ഡോക്യുമെൻറ്റ് സൂക്ഷിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ എഞ്ചിനീയേഴ്സ് ഡെസ്ക് എന്ന ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ട്, നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോ ചെയ്യാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് കോൺട്രാക്ടേഴ്സും എഞ്ചിനീയേഴ്സും കോൺട്രാക്ടിങ് കമ്പനിയും ഒക്കെ തന്നെയും പ്രധാനമായും സൂക്ഷിക്കേണ്ട ഒരു ലീഗൽ ഡോക്യുമെൻ്റ് എന്ന് പറയാവുന്ന ഒരു രജിസ്റ്റർ അല്ലെങ്കിൽ ഒരു ബുക്കിനെ കുറിച്ചാണ്. അതാണ് സൈറ്റ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. ഇത് ലീഗലി വാലിഡ് ആയ ഒരു ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കുകയും റെക്കോർഡ് ചെയ്യുകയും വേണം. എന്താണ് സൈറ്റ് ഓർഡർ ബുക്ക് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് ആൻ ഒഫീഷ്യൽ രജിസ്റ്റർ ഡോക്യുമെൻറ്റ് മെയിൻറ്റൈൻഡ് അറ്റ് കൺസ്ട്രക്ഷൻ സൈറ്റ് ടു റെക്കോർഡ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ. ഈ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ തരുന്നത് ആരൊക്കെയാണ്? ക്ലയൻറ്റ് എഞ്ചിനീയേഴ്സ്, കൺസൾട്ടൻറ്റ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് തുടങ്ങിയവർ തരുന്ന ഇൻസ്ട്രക്ഷൻ, ഡയറക്ഷൻ, ഒബ്സർവേഷൻ ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് സൈറ്റ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. ഈ രജിസ്റ്ററിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ക്വാളിറ്റി സേഫ്റ്റി ഇഷ്യൂസ് റെക്കോർഡ് ചെയ്യുക, അവോയ്ഡിങ് ഡിസ്പ്യൂട്ട്, ലേറ്റർ സ്റ്റേജിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക, മെയിൻറ്റെയിനിങ് ലീഗൽ എവിഡൻസ് ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ, എല്ലാ വിധത്തിലുള്ള സൈറ്റ് കമ്മ്യൂണിക്കേഷൻസിന് ലീഗൽ എവിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ വെർബൽ ഇൻസ്ട്രക്ഷൻ ചിലപ്പോൾ സൈറ്റിൽ വെർബൽ ഇൻസ്ട്രക്ഷൻ തരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതിനെ കൺഫേം ചെയ്യാനും ഈ സൈറ്റ് ഓർഡർ ബുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് സൈറ്റ് ഇൻസ്ട്രക്ഷനായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടുകയാണ്, ഡോറിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ഡോറിൻ്റെ സൈസ് 7 അടി 3 അടി എന്നുള്ളത്, 7 feet by 3 feet എന്നുള്ളത് മാറ്റി 7 feet by 5 feet എന്നാക്കി മാറ്റണം. അതായത് നമുക്ക് ഡ്രോയിങ്ങിൽ കാണിച്ചിരിക്കുന്നത് 7 feet by 3 feet എന്നുള്ള ഡോറും, എന്നാൽ സൈറ്റിലുള്ള എഞ്ചിനീയർ, അതായത് ക്ലയൻറ്റിൻ്റെ എഞ്ചിനീയർ വന്നിട്ട് നമുക്കൊരു ഇൻസ്ട്രക്ഷൻ തരികയാണ്, അത് 7 by 5 feet ആക്കണം എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള ഈ ഇൻസ്ട്രക്ഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്നതിന് മുമ്പായിട്ട് സൈറ്റ് ഓർഡർ ബുക്കിൽ എഴുതി വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ലീഗലി സൈറ്റ് ഓർഡർ ബുക്ക്, അതായത് നമുക്ക് ഡ്രോയിങ്ങിൽ ഒരു കാര്യമാണ് കാണിച്ചിരുന്നതെങ്കിൽ പിന്നീട് വരുന്ന ഇൻസ്ട്രക്ഷൻ, സൈറ്റ് ഇൻസ്ട്രക്ഷനായിട്ട് വരുന്ന സൈറ്റ് ഓർഡർ ബുക്കിൽ റെക്കോർഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻ ഹയറാർക്കിയിൽ ഹയർ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വാലിഡ് ആണ്. അത് വളരെയധികം സൂക്ഷിക്കുക. പ്രത്യേക ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇൻസ്ട്രക്ഷൻ എപ്പോഴും വളരെ ക്ലിയർ ആവാൻ പറയണം. ക്ലിയർ ആയാലും സ്പെസിഫിക്, ഷോർട്ട്, ആക്ഷൻ ഓറിയൻറ്റഡ് ഇൻസ്ട്രക്ഷൻ ആണ് തരേണ്ടത്. വീണ്ടും അതിനൊരു ഉദാഹരണം പറയാം. വർക്ക് നോട്ട് ഗുഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് എവിടെയുള്ള വർക്കാണ്, എന്ത് വർക്കാണ്, എങ്ങനെയുള്ള വർക്കാണ് ഗുഡ് അല്ലാത്തത് അല്ലെങ്കിൽ ശരിയല്ലാത്തത് എന്ന് ക്ലാരിറ്റി ഉണ്ടാവില്ല. നേരെ മറിച്ച് രണ്ടാമതൊരു ഉദാഹരണം നോക്കും. മാസണറി വർക്ക് ഡൺ ബിറ്റ്വീൻ കോളം നമ്പർ 25-26 സീംസ് ടു ഹാവ് എ ബെൻഡ്, റെക്ടിഫൈ ബിഫോർ പ്ലാസ്റ്ററിങ്. ഇങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ വരുന്നതെങ്കിൽ അത് ക്ലിയർ ആണ്, അത് എവിടെയാണ്, സ്പെസിഫിക് ആണ്, എവിടെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടത്. വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം നമുക്ക്. ക്ലാമ്പ് ഗിവൺ ഓൺ ഫയർ ഫൈറ്റിംഗ് പൈപ്പ് നിയർ ഗ്രൗണ്ട് ഫ്ലോർ ലിഫ്റ്റ് കോറിഡോർ ടു ബി ഫിക്സ്ഡ് പ്രോപ്പർലി. ഇതും ക്ലിയർ ഇൻസ്ട്രക്ഷനാണ്. ലിഫ്റ്റ് കോറിഡോറിലുള്ള ഫയർ ഫൈറ്റിംഗ് പൈപ്പാണ്, അതിൻ്റെ ക്ലാമ്പ് ലൂസാണ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല, അത് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യണം. ഇതൊരു ടിപ്പിക്കൽ ഫോർമാറ്റ് ഓഫ് ഒരു സൈറ്റ് ഓർഡർ ബുക്കിൻ്റെ ഒരു ടിപ്പിക്കൽ പേജിൻ്റെ ഒരു ഫോർമാറ്റാണ്. ഡേറ്റ്, സീരിയൽ നമ്പർ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ഇൻസ്ട്രക്ഷൻ, എന്താണ് ഇൻസ്ട്രക്ഷൻ, ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഇത് ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്, സിവിൽ കൺസൾട്ടൻ്റ് അല്ലെ ക്ലയൻറ്റ് എഞ്ചിനീയർ ഇഷ്യൂ ചെയ്യുന്നു, സിവിൽ കോൺട്രാക്ടർക്കാവാം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർക്കാവാം, ഫയർ കോൺട്രാക്ടർക്കാവാം, ആർക്കാണോ ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കുക. ടാർഗറ്റ് ഡേറ്റ്, എത്ര ദിവസത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യണം. അതിനുശേഷം കംപ്ലയൻസ് ആണ്, അതായത് ഏത് കോൺട്രാക്ടറാണോ ഈ ഓർഡർ ഇഷ്യൂ കിട്ടിയത് അതിൻ്റെ കംപ്ലൈ ചെയ്ത ശേഷം, റെക്ടിഫൈ ചെയ്ത ശേഷമുള്ള ഡേറ്റ് കാര്യങ്ങൾ എൻ്റർ ചെയ്യാം. കൺസൾട്ടൻറ്റ് ഇൻസ്ട്രക്ട് ചെയ്യുന്ന എഞ്ചിനീയറും ഇത് കംപ്ലൈ ചെയ്ത കോൺട്രാക്ടറും അതിൻ്റെ എഞ്ചിനീയറും സൈൻ ചെയ്യാം. പിന്നീട് അതിനാവശ്യമായ എന്തെങ്കിലും റിമാർക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ അത് എഴുതി ചേർക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇൻസ്ട്രക്ഷൻ സൈറ്റ് ഓർഡർ ബുക്കിലെ ഡേറ്റ് എന്ന് പറയുന്നത്, ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓർഡറിലായിരിക്കണം പോകുന്നത്. ഞാനൊരു ഉദാഹരണത്തിന് ഇവിടെ 10-ാം തീയതി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ 5-ാം തീയതി എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇത് പ്രാക്ടിക്കലി ലീഗലി ബൈൻഡിങ് അല്ല. ഇത് സൈറ്റ് ഓർഡർ ബുക്കിൽ ഡേറ്റ് ഓർഡർ വൈസിലായിരിക്കണം സൈറ്റ് ഓർഡർ പോകുന്നത്. അതേപോലെ ക്ലിയർ ഇൻസ്ട്രക്ഷൻ ആയിരിക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈറ്റ് ഓർഡർ ബുക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അടുത്തത്. സൈറ്റ് ഓർഡർ ബുക്ക് ഒരു രജിസ്റ്റർ, ഒരു ലൂസ് ബൈൻഡിങ് പേപ്പേഴ്സ് ആവരുത്. പ്രോപ്പർലി ബൗണ്ട് രജിസ്റ്റർ ആവുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആയിരിക്കണം. ലൂസ് ഷീറ്റ് അവോയ്ഡ് ചെയ്യാം. പേജസ് ഷുഡ് നോട്ട് ബി റിമൂവബിൾ ആവരുത്. കണ്ടിന്യൂസ് നമ്പറിങ് ഉണ്ടാവണം. രജിസ്റ്ററിൽ നമ്പർ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സൈറ്റ് ഓർഡർ ബുക്കിൽ നമ്പർ കണ്ടിന്യൂസ് അല്ല എങ്കിൽ അത് കണ്ടിന്യൂസ് നമ്പർ ഇട്ട ശേഷം വേണം അതിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്.
ബ്ലാങ്ക് പേപ്പേഴ്സ് ലെഫ്റ്റ് ഔട്ട് ചെയ്യരുത് അതിൽ. ഇനി അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നാണ്. സീക്വൻസ് ഓർഡറിലായിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡേറ്റ് വൈസ് ആയിരിക്കണം അതിൽ എൻട്രി വരുന്നത്. സൈറ്റ് ഓർഡർ ബുക്കിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടി പറയാം. സിഗ്നേച്ചറാണ്. അതായത് സൈറ്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന എഞ്ചിനീയറുടെ സിഗ്നേച്ചർ അതിലുണ്ടായിരിക്കണം. അത് കംപ്ലൈ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന കോൺട്രാക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയറുടെ സൈൻ അതിലുണ്ടായിരിക്കണം. ഡേറ്റ് വൈസ് ആയിരിക്കണം എൻട്രി ചെയ്യുന്നത്. കൺസൾട്ടൻ്റ് ക്ലയൻറ്റ് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് വെരിഫൈഡ് ആണ് എന്ന് എഴുതി സൈൻ ചെയ്യണം. എന്താണ് അതിനുള്ള ആക്ഷൻ എന്താണ് തന്നിരിക്കുന്നത്, ചിലപ്പോൾ റിമാർക്കിൽ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അതും എഴുതിയിരിക്കണം. ഒരു കാര്യം ഞാൻ പലപ്പോഴും പല സൈറ്റിലും കണ്ടിട്ടുള്ളത്, ഇൻസ്ട്രക്ഷൻ തരുന്ന എഞ്ചിനീയർ അല്ലെങ്കിൽ കൺസൾട്ടൻ്റ് എഞ്ചിനീയർ, ക്ലയൻറ്റിൻ്റെ എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിൻ്റെ എഞ്ചിനീയർ സൈൻ ചെയ്യാൻ മടിക്കാറുണ്ട് പലപ്പോഴും. അവർ ഇൻസ്ട്രക്ഷൻ തരും, പക്ഷേ രജിസ്റ്ററിൽ എൻ്റർ ചെയ്ത് സൈൻ ചെയ്ത് തരില്ല. ഈ ഡോക്യുമെൻ്റ് വാലിഡ് അല്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ വീണ്ടും വേറൊരു വീഡിയോയിൽ അല്പം വിശദമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ സൈൻ ചെയ്ത ഡോക്യുമെൻ്റ് മാത്രമേ വാലിഡ് ഉള്ളൂ. അതുകൊണ്ട് സൈൻ ചെയ്ത ഇൻസ്ട്രക്ഷൻ മാത്രമേ ഫോളോ ചെയ്യാൻ നമുക്ക് ശരിക്കും കോൺട്രാക്ച്വലി ബൈൻഡിങ് ആയിട്ട് വരുന്നുള്ളൂ. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, എൻട്രി ചെയ്ത ഡാറ്റാസ് ഒന്നും തന്നെ ഇറേസ് ചെയ്യരുത്. അതായത് അതിൻ്റെ മുകളിൽ നോ ഓവർ റൈറ്റിംഗ് ഉണ്ടാവരുത്. നോട്ട് ടിയർ പേജസ് റിമൂവ് ചെയ്യരുത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അതിന് കണ്ടിന്യൂസ് നമ്പർ ഇടണം എന്ന് പറഞ്ഞിരുന്നു. ഈ കണ്ടിന്യൂസ് നമ്പറിൻ്റെ വാലിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനിടയ്ക്കുന്ന ഒരു പേജ് റിമൂവ് ചെയ്യുകയോ പേജ് ബ്ലാങ്ക് ആയിട്ട് വിടുകയോ ചെയ്യരുത്. ബ്ലാങ്ക് ആയിട്ട് അറിയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സ്ട്രൈക്ക് ഓഫ് ചെയ്യണം. ആ ബ്ലാങ്ക് പേജസ് വെച്ചിട്ട് നമ്മൾ സൈറ്റ് ഓർഡർ ബുക്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകരുത്. ഇനി അഥവാ നമ്മളൊരു എൻട്രി തെറ്റിപ്പോയി കഴിഞ്ഞാൽ, ഡേറ്റ് എൻട്രി ഒക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഓവർ റൈറ്റ് ചെയ്തതെന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അത് ഡേറ്റ് സിംഗിൾ ലൈൻ വെച്ച് സ്ട്രൈക്ക് ചെയ്യുക, അല്ലാതെ ഒരുപാട് സ്ക്രാച്ച് ചെയ്തിട്ട് കാണാത്ത വിധത്തിലാക്കേണ്ട ഒരാവശ്യമില്ല. തെറ്റിയാൽ തെറ്റി എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമതുള്ളത് വൈറ്റ്നർ യൂസ് ചെയ്യരുത്. പലപ്പോഴും ഡേറ്റും കാര്യങ്ങളും തിരുത്താൻ വേണ്ടിയിട്ട് വൈറ്റ്നർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലീഗലി ബൈൻഡിങ് ആയ കാര്യം ഇല്ലീഗലാവുന്ന ഒരു പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഡോക്യുമെൻ്റ്, സൈറ്റ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് വളരെ വലിയൊരു ലീഗൽ ഡോക്യുമെൻ്റാണ്. എന്താണ് സൈറ്റ് ഓർഡർ ബുക്കും സൈറ്റ് ഇൻസ്ട്രക്ഷൻ തമ്മിലുള്ള വ്യത്യാസം? സൈറ്റ് ഓർഡർ ബുക്കിലും അതൊരു പെർമനൻറ്റ് രജിസ്റ്ററാണ്. ഒരു സൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റെക്കോർഡ് ബുക്കാണ്. ഡെയിലി ഒബ്സർവേഷൻസ് ആണ്. നേരെ ഒരു സൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഒരു ലെറ്റർ, ഒരു ഡോക്യുമെൻ്റ്, വൺ ടൈമിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് സൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് ടെക്നിക്കൽ ഡയറക്ഷൻ ആയിരിക്കും സൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതൊരു വൺ ടൈം ഇൻസ്ട്രക്ഷനാണ് ഉണ്ടാവുക. നേരത്തെ ആദ്യം പറഞ്ഞ ഒരു കാര്യം വീണ്ടും പറയുകയാണ്. എല്ലാ കോൺട്രാക്ടേഴ്സും കമ്പൽസറി സൈറ്റ് ഓർഡർ രജിസ്റ്ററും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഡിലേ ക്ലെയിംസ്, ക്വാളിറ്റി ഡിഫക്റ്റ്, സേഫ്റ്റി വയലേഷൻ, വേരിയേഷൻ വർക്ക്, റെസ്പോൺസിബിലിറ്റി ഫിക്സിങ്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ ലീഗൽ ഡയറി. ഇതൊരു ലീഗൽ ഡയറി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. സൈറ്റ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് ഒരു ലീഗൽ ഡയറിയാണ്. ഇത് വളരെയധികം ഉപകരിക്കും. സോ മെയിൻറ്റെയിൻ ദിസ് റെക്കോർഡ് പ്രോപ്പർലി. എല്ലാ പ്രോജക്റ്റ് മാനേജേഴ്സും എഞ്ചിനീയേഴ്സും ഇത് ഒരു ഡോക്യുമെൻ്റായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ it is one of the best support that can be extended to ക്ലയൻറ്റ് സൈഡിലേക്കും കോൺട്രാക്ടർ സൈഡിലേക്കും. അതായത് എഞ്ചിനീയേഴ്സ് എത്രത്തോളം ഭംഗിയായിട്ട് സൈറ്റ് ഓർഡർ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു അത്രയും ക്ലയൻറ്റിനെയും കോൺട്രാക്ടറെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻ്റായി മാറും. എഞ്ചിനീയേഴ്സ് ഡെസ്ക് എന്ന് പറയുന്ന ഈ ചാനൽ വഴി നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോ ചെയ്യാം. അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ.